അങ്ങനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. ഇനി ഡൽഹിയുടെ അമരത്ത്, ഡൽഹിയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ താക്കോൽ സ്ഥാനത്ത് അതിഷി മർലേന. ബി ബാലഗോപാൽ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. ബാലു, അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള സസ്പെൻസിന് തിരശ്ശീല വീണിരിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ പടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പ്രതികരണം എന്തെങ്കിലും അദ്ദേഹം നടത്താൻ തയ്യാറായോ? പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച നേതാക്കൾ എന്താണ് പറഞ്ഞത്? അല്പസമയം മുമ്പാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് തന്റെ രാജിക്കത്ത് കൈമാറിയത്. അരവിന്ദ് കെജ്രിവാൾ ഈ രാജിക്കത്ത് കൈമാറുമ്പോൾ ഡൽഹിയിലെ നിയുക്ത മുഖ്യമന്ത്രി അതിഷിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും ഏതാണ്ട് 4:30 കൂടിയാണ് ഈ ലഫ്റ്റനന്റ് ഗവർണർ താമസിക്കുന്ന ഡൽഹി സിവിൽ ലൈൻസിലെ ഈ രാജ് നിവാസിൽ എത്തുകയും തുടർന്ന് ഈ കത്ത് കൈമാറുകയും ചെയ്തത്. കത്ത് കൈമാറുമ്പോൾ കെജ്രിവാൾ മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഈ അതിഷി പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള മറ്റൊരു കത്ത് കൂടി കൈമാറി എന്നതാണ്. ആ കത്തിൽ ഇന്ന് രാവിലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്ത ആം ആദ്മി പാർട്ടിയിലെ മുഴുവൻ MLA-മാരുടെ ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് 60ഓളം MLA-മാർ ചേർന്നാണ് ഈ അതിഷിയെ ഏകകണ്ഠമായി ഈ ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയായി, അതായത് ആം ആദ്മി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള കത്തിൽ ഒപ്പുവെച്ചത്. ആ കത്തും ഈ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ കത്തിൽ എന്ത് തീരുമാനമാണ് VK സക്സേന ഇനി എടുക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അരവിന്ദ് കെജ്രിവാളിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് ഡൽഹിയിലെ രാംലീല മൈതാനിയിലായിരുന്നു. പക്ഷേ ഇത്തവണ ഒന്നുകിൽ രാജ്നിവാസിലോ അതല്ല എങ്കിൽ സെക്രട്ടേറിയറ്റിലോ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിഷിക്കൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ പുതിയ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കും. നിലവിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലുള്ള ഭൂരിഭാഗം അംഗങ്ങളും പുതിയ മന്ത്രിസഭയിലും ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പുതുതായി 2 പേരെ കൂടി, അതിൽ ഒരാൾ SC/ST വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ സിഖ് വിഭാഗത്തിൽ നിന്നും 2 പേർ പുതുതായി മന്ത്രിസഭയിൽ എത്തുവാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഇതിൽ എന്ത് തീരുമാനം, അതായത് പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഉള്ള തീരുമാനം എടുക്കുന്നത് വരെ ഈ അതായത് കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അരവിന്ദ് കെജ്രിവാളിനോട് ഈ ലഫ്റ്റനന്റ് ഗവർണർ ആവശ്യപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. ഈ രാജിക്കത്ത് നൽകിയതിനു ശേഷം ആദ്യം അരവിന്ദ് കെജ്രിവാളാണ് രാജ്നിവാസിൽ നിന്ന് പുറത്തേക്ക് പോയത്. അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും തന്നെ സംസാരിച്ചില്ല. മറിച്ച് അദ്ദേഹം തന്റെ ഔദ്യോഗിക വസതി സിവിൽ ലൈൻസിൽ തന്നെയുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി